ഈ ഗവൺമെന്റ്, ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെതിരായിട്ട് ഇവിടെ ഒരു അക്ഷരം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ തയ്യാറാവുന്നില്ല BJP ഗവൺമെന്റ് എന്നാണ്. ഇവർ തമ്മിൽ അന്തർധാരയുണ്ട് എന്നാണ്. ഏതൊക്കെയാ കേസ് നമ്മൾ നോക്കണമല്ലോ. ഇതിപ്പോ രാജ്യത്ത് മുഴുവൻ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ ഗവൺമെന്റിനെതിരായിട്ട് കാര്യമായ ഒരു കേസും ഇല്ല നിങ്ങൾക്ക് പറയാൻ. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം സെൻട്രൽ ഏജൻസികൾ അവിടെയും ഇവിടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളപ്രചരണങ്ങൾ മാത്രമാണ്. ഇപ്പൊ ഇന്ന് രാവിലെ ഞാനിങ്ങോട്ട് വരുമ്പോൾ വളരെ വലിയ രീതിയിൽ വിശദീകരണം നടന്നു കേട്ടു. എന്താ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ഈ ഗവൺമെന്റിനെതിരായി, പിണറായിക്കെതിരായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് സുപ്രീം കോടതിയിലുണ്ട്. അത്രേ ലാവ്ലിൻ കേസാണ് അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അത് എത്രയോ പ്രാവശ്യം മാറ്റി മാറ്റി വെച്ചു. എന്നിട്ട് ഇപ്പോഴും ആ കേസ് എടുക്കുന്നില്ല. നമ്മുടെ സഹാക്കൾ ഒരു കാര്യം മനസ്സിലായിക്കോ, ലാവ്ലിൻ കേസ് എന്നൊരു കേസില്ല. കേസ് ഹൈക്കോടതിയുടെ ഭാഗമായിട്ട് തന്നെ, സ്പെഷ്യൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള കോടതി അതിനെ തള്ളിക്കളഞ്ഞു. ഇത് നിലനിൽക്കുന്ന കേസല്ല, വിചാരണ പോലും വേണ്ട എന്ന് CBI കൊടുത്ത കുറ്റപത്രത്തിലെ കാര്യങ്ങൾ വെച്ച് ആദ്യം അതിന്റെ പ്രാഥമികമായ പരിശോധനയിൽ തന്നെ ആ വാദങ്ങളും എല്ലാം തള്ളിക്കളഞ്ഞു. ആ കേസേ നിലവിലില്ല. ആ കേസേ നിലവിലില്ലാത്തതിനെ ഞങ്ങൾക്കൊരു കേസുണ്ട് എന്ന് പറഞ്ഞ് CBI സുപ്രീം കോടതിയിൽ പോയതാണ്. അതെങ്ങനെയാ ലാവ്ലിൻ കേസാകുക? ലാവ്ലിൻ കേസ് വേണോ വേണ്ടയോ എന്നാണ് സുപ്രീം കോടതി തീരുമാനിക്കേണ്ടത്, അല്ലാണ്ട് ലാവ്ലിൻ കേസല്ല. നാട്ടിലെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വ്യാപകമായ പ്രചാരവേലയാണ് ലാവ്ലിൻ കേസ്. 39 പ്രാവശ്യം 40 പ്രാവശ്യം മാറ്റി മാറ്റി വെച്ചുപോയി എന്നുള്ളതാണ്. ഞങ്ങൾക്കറിയാം എന്താ മാറ്റി വെക്കുന്നത് എന്ന്. ഞങ്ങൾക്കിത് മനസ്സിലാവാനായിട്ടല്ല. അപ്പൊ ലാവ്ലിൻ കേസ് ഇവിടെ ഹൈക്കോടതി, സ്പെഷ്യൽ കോടതി പ്രത്യേകമായിട്ട് പരിശോധിച്ച് അതിൽ കാമ്പില്ല എന്ന് കണ്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കി. വിചാരണ പോലും പൂർത്തിയാക്കേണ്ടി വന്നില്ല, ഒഴിവായി. അതിന്റെ മേലെ CBI ഞങ്ങൾക്ക് കേസുണ്ട് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി പോയി. നിങ്ങൾക്ക് കേസുണ്ടെങ്കിൽ എന്താ കേസ് എന്ന് നിങ്ങൾ പറ, സുപ്രീം കോടതി. അപ്പൊ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഇതേവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? വാദിക്കേണ്ട വക്കീലിന് പനി, പിന്നെയോ വാദിക്കേണ്ടുന്ന വക്കീലിന് വേറെ കേസ്, വാദിക്കേണ്ട വക്കീലിന് വേറെ എന്തെങ്കിലും അസൗകര്യം. ഇത്രയും സമയം എന്താ കാര്യം എന്ന് നിങ്ങൾ മനസ്സിലായിക്കോ? ഇവന്റെ കയ്യിൽ ഒരു ചുക്കുമില്ല. ലാവ്ലിൻ കേസ് സംബന്ധിച്ച് എന്നോട് തന്നെ പലരും ചോദിച്ചപ്പോ പത്രക്കാരോട് ഞാൻ പറഞ്ഞു, ലാവ്ലിൻ കേസ് എന്നൊരു കേസില്ല. കേസില്ലാതായപ്പോ ഞങ്ങൾക്ക് കേസുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കേസും കൊണ്ടുപോയത് CBI ആണ്. CBIക്ക് ആ കേസ്, കോടതിയുടെ മുമ്പിൽ കേസില്ല. അവിടെ പോയതിന് എന്തിനാ? കേസുണ്ടോ ഇല്ലയോ നോക്കാനാണ്. കേസുണ്ടോ ഇല്ലയോ നോക്കാൻ കേസിന്റെ ആവശ്യമായ തെളിവ് കൊടുക്കണ്ടേ? ആ തെളിവ് കൊടുക്കാൻ നിങ്ങൾക്കില്ല. CBIയുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ അതിങ്ങനെ നീട്ടി കൊണ്ടുപോയിട്ട് ഒരു കേസുണ്ട് എന്ന് വരുത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കള്ളപ്രചരണം നടത്തുന്ന ലാവ്ലിൻ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഞങ്ങൾക്കിതൊന്നും പറയുന്നതിൽ യാതൊരു കാര്യവും മറച്ചു നോക്കേണ്ട കാര്യമില്ല, എല്ലാം തന്നെയാണ്. പിന്നെ CBIന്റെ ഓരോ കാര്യം, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് സ്വർണ്ണക്കള്ളക്കടത്താണ്. സ്വർണ്ണക്കള്ളക്കടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ഉൾപ്പെടെ അവരുടെ മാപ്പുസാക്ഷിയാക്കി മാറ്റി. എന്നിട്ട് ഇവിടെ പിണറായിക്കും അതുപോലെ തന്നെ ഗവൺമെന്റിനും ഒക്കെ എതിരായിട്ട് എന്തോ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ സംസ്ഥാന ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്നാണ്. ഒന്നുമില്ല. കാരണം നിങ്ങൾക്ക് എല്ലാം അറിയുന്നത് പോലെ എയർപോർട്ട് ഞങ്ങളുടെ കീഴിലല്ല, എയർപോർട്ടിലെ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളുടെ കീഴിലല്ല, ഗവൺമെന്റ് കീഴിലല്ല കേരളത്തിലെ. അവിടെ കൈകാര്യം ചെയ്യുന്ന ഓരോരുത്തരും നിങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് ഗുജറാത്തിലാണ്, അതുപോലെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലാണ്. ഒരു സ്വർണ്ണക്കള്ളക്കടത്തിനെയും പിടിക്കാൻ നിങ്ങളില്ല. അങ്ങനെ പിടിക്കാൻ നിങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ വന്ന വിവരം വെച്ച് ഗവൺമെന്റിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന കാര്യം വെച്ചുകൊണ്ട് ഗവൺമെന്റിനെ പറയുന്നു എന്നല്ലാതെ, നിങ്ങൾ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പറയുന്നു എന്നല്ലാതെ, മാധ്യമങ്ങൾ ഉപയോഗിച്ച് പറയുന്നു എന്നല്ലാതെ നിങ്ങൾക്കൊന്നും തന്നെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെ പറ്റി പറയാൻ ഇല്ല.
ശുദ്ധശൂന്യമായ പ്രതിപക്ഷ നിരയിലെ ആരോപണങ്ങൾ. അതിനെ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളെപ്പറ്റി പറഞ്ഞു, മകളുടെ കമ്പനിയെ പറ്റി പറഞ്ഞു. 1.72 കോടി ഉറുപ്പിക മുഖ്യമന്ത്രിയുടെ മകള് ഒരു പ്രൈവറ്റ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടവരുടെ സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായി അവർക്ക് കിട്ടിയിട്ടുണ്ട് 3 കൊല്ലത്തിനിടയിൽ എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് വലിയ തർക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഒന്നാമത്തെ പ്രാവശ്യം 4 ആളെ വെച്ചു, രണ്ടാമത്തെ പ്രാവശ്യം 8 ആളെ വെച്ചു അന്വേഷിക്കാൻ. ഇപ്പൊ SFIO എന്ന് പറയുന്ന പുതിയ സംവിധാനം വന്നിരിക്കുന്നു. ഓരോ ദിവസവും ഓരോ വാർത്തയാണ്. FIR കൊടുക്കാൻ പോവാണ്, FIR വരാൻ പോവാണ്. നിങ്ങൾ എന്ത് വേണമെന്ന് ചെയ്തോ. കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ അകത്തൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ഇടപെടുന്ന പ്രശ്നമില്ല. പക്ഷേ മുഖ്യമന്ത്രി അതിലേക്ക് വലിച്ചെടുക്കുന്നത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ ഫലപ്രദമായി ഞങ്ങൾ പ്രതിരോധിക്കും. ഇതാ കാര്യം, രണ്ടും രണ്ടായിട്ട് തന്നെയാണ്. നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചോ, ഏത് കേസ് ഉണ്ടെങ്കിൽ കേസെല്ലാം നേരിടാറോ. പക്ഷെ അതിന്റെ ഒപ്പം രാഷ്ട്രീയമായിട്ട് പിണറായി വിജയനെ കൂടി അതിന്റെ ഭാഗമാക്കി വരുമ്പോഴാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും കാട്ടി പേടിപ്പിക്കണ്ട. ഇഡിക്ക് മറ്റു പലരെയും പേടിപ്പിക്കാനാവും. SBI അതുപോലെ തന്നെ നിരവധിയായ ഏജൻസികൾക്ക് പലരെയും പേടിപ്പിക്കാനാവും. കേരളത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ആ കാര്യം നടക്കാതിരിക്കുന്നത് CPIM ഉം BJP യും ചേർന്നുള്ള അന്തർധാരയാണ് എന്ന കള്ളപ്രചാരവേല VD സതീശൻ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്ന ഒറ്റ കാര്യം മാത്രമാണ്. അതിങ്ങനെയാണ്, കേന്ദ്ര ഏജൻസികളെ ഓരോന്നിനെയും നിങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച്, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് കേരളത്തിലേക്കും അതിന്റെ ഭാഗമായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. മുമ്പ് കഴിഞ്ഞ പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വന്നു, ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടും വരികയാണ്. ഇതൊന്നും ജനങ്ങൾ അംഗീകരിക്കുന്നതല്ല. ജനങ്ങൾക്ക് ഇതിന്റെ എല്ലാം കൃത്യമായ കഥ അറിയാം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ കൊട്ടിഘോഷിച്ച് പത്രങ്ങളെല്ലാം ഉപയോഗിച്ച് മാധ്യമ ശൃംഖലയെ പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് ഈ തലത്തിൽ കേരളത്തിലെ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തിയാൽ അതെല്ലാം തിരിച്ചറിയാൻ ജനങ്ങൾക്കാവും എന്ന് തന്നെയാണ് കയ്യൂർ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു വെച്ചത്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും നിങ്ങൾ വരുതിയിൽ ആക്കാൻ നേതൃത്വം നൽകുന്നത് വേറെ ആരുമല്ല, നേതൃത്വം നൽകുന്നത് പഴയ RSകാരനായ നരേന്ദ്രമോദി തന്നെയാണ്. സുപ്രീം കോടതിക്കെതിരായിട്ടുള്ള വിമർശനത്തിന്റെ ഏറ്റവും ശക്തനായ വക്താവാരായിരുന്നു. ഞാൻ ഒരു ദിവസം പത്രം വായിച്ചപ്പോൾ അന്തം വിട്ടുപോയി. പ്രധാനമന്ത്രി പറയുകയാണ്, പണ്ട് ശ്രീകൃഷ്ണനെ കാണാൻ കുചേലൻ പോയപ്പോ കുചേലന്റെ കയ്യിൽ ഭാര്യ തയ്യാറാക്കി കൊടുത്ത ഒരു അവിൽ പൊതി ഉണ്ടായിരുന്നു. ആ അവിൽ പൊതി ശ്രീകൃഷ്ണൻ വാങ്ങിയത് അഴിമതിയാണ് എന്ന് ഈ കോടതി പറയുമോ എന്ന് ഞാൻ സന്ദേഹിക്കുന്നു എന്നാണ്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഉപമ മനസ്സിലായില്ലേ? ശ്രീകൃഷ്ണന് കൊടുക്കാൻ വേണ്ടി ഭാര്യ പൊതിഞ്ഞു കൊടുത്ത അവിൽ പൊതി, അത് ശ്രീകൃഷ്ണന് കൊടുത്താൽ അത് അഴിമതിയുടെ പട്ടികയിൽ വരുമോ എന്ന സംശയം ഉന്നയിച്ച അതേ പ്രധാനമന്ത്രി 600 വക്കീലന്മാര് ഇന്ന് കൊടുത്ത കത്തിന്റെ മേലെ അതിൽ ഗൗരവപൂർണമായ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ കത്തിന്റെ പിന്നിലും ഈ നരേന്ദ്രമോദിയാണ്. ഫാസിസ്റ്റുകൾ ഇങ്ങനെയാണ്, ലോകത്തെവിടെയും ഇങ്ങനെയാണ്, ഇവിടെയും അത് തന്നെയാണ്. അപ്പോൾ അർദ്ധ സൈനികമായ RSSന്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത ജഡ്ജിമാരുൾപ്പെടെയുള്ളവരുടെ മേലെ എങ്ങനെയാണ് ഞങ്ങൾക്ക് കുതിര കയറാനാവുക എന്ന ഗവേഷണമാണ് ഇവിടെ ഈ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് സുപ്രീം കോടതിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാതെ അവസ്ഥ വന്നിരിക്കുന്നു. ആരാണ് ജഡ്ജിമാരെ തീരുമാനിക്കേണ്ടത് എന്ന പ്രശ്നം ചർച്ച ചെയ്യുന്നു. അപ്പോൾ കൊളീജിയമുണ്ട്. ഞങ്ങൾക്ക് ആ കൊളീജിയത്തോട് പൂർണ്ണ യോജിപ്പൊന്നുമില്ല. പക്ഷെ എന്താ പറഞ്ഞത്? എക്സിക്യൂട്ടീവിന് നിശ്ചയിക്കാൻ അവകാശം വേണം. സുപ്രീം കോടതി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അമിത്ഷാക്കും നരേന്ദ്രമോദിക്കും കൂടി ഇന്ത്യൻ ജുഡീഷ്യറിയിലെ ജഡ്ജിമാരെ തീരുമാനിക്കാൻ അവകാശം വേണമെന്ന്. എന്താ ഉണ്ടാകുക? 4 കൊല്ലം കഴിയുമ്പോഴേക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളതെല്ലാം RSSന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ കയറി വരും. ഇപ്പൊ തന്നെ തുടങ്ങി. ഞങ്ങൾക്കിത് പറയാൻ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ തുടങ്ങി. ABVPയുടെ ഏറ്റവും പ്രമുഖരായ നേതാക്കളെ ജഡ്ജിമാരാക്കുന്ന രീതി.
എന്നാൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനോട് ഞങ്ങൾക്ക് പലതരം വിമർശനം ഉണ്ടെങ്കിലും ചിലതിനോട് ക്രിയാത്മകമായി ഞങ്ങൾ നിലപാട് സ്വീകരിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇത് തന്നെ അവസാനിക്കണം. അപ്പോൾ കോടതി മുഴുവൻ വരുതിയിലാവണം, എക്സിക്യൂട്ടീവിന്റെ ഭാഗമാവണം. ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം സുപ്രീം കോടതി ഉൾപ്പെടെ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷനെ പണ്ട് നിശ്ചയിക്കുന്നത് ആരൊക്കെയാ? പ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ്, പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള ഏറ്റവും പ്രമുഖ നേതാവ്. ഈ മൂന്നാൾ കൂടി ചേർന്നിട്ടാണ് ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുക. 140 എംപിമാരെ പുറത്താക്കിയിട്ട് ഭേദഗതി വരുത്തി ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വേണ്ട. പിന്നെ ആരൊക്കെയാ? പ്രധാനമന്ത്രി തന്നെ നോമിനേറ്റ് ചെയ്യുന്ന കേന്ദ്ര മന്ത്രിസഭയിലെ ഒരു അംഗം, ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഒരാൾ. അപ്പോൾ ആകെ 3, 2 ആൾ ഇവർ തന്നെ. ഒന്ന് അമിത്ഷാ, മറ്റൊന്ന് നരേന്ദ്രമോദി. ഇവരെ തീരുമാനിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്തായിരിക്കും? ആ ഇലക്ഷൻ കമ്മീഷന് ഏതെങ്കിലും രീതിയിലുള്ള ജനാധിപത്യ മര്യാദ അനുസരിച്ച് മുന്നോട്ടേക്ക് പോകുന്നുള്ള പ്രതീക്ഷ ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടാവാൻ അടിയുണ്ടോ? ഇല്ല. ED ആരാ തീരുമാനിക്കുന്ന? ഇവർ തന്നെ. CBI ആരാ തീരുമാനിക്കുന്ന? ഇവർ തന്നെ. കേന്ദ്ര ഏജൻസികളെ മുഴുവൻ തീരുമാനിക്കുന്ന ഇവർ തന്നെ. ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന രീതിയിലുള്ള ഒരു പദവിയും ഇതിനൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്കാണ് ഇവരുടെ യാത്ര. ഫാസിസത്തിന്റെ യാത്രയാണ്. ഇത് വെറുതെയുള്ള ഒരു യാത്രയല്ല. എന്താ ഫാസിസത്തിന് ഞാൻ പറഞ്ഞത്? മതനിരപേക്ഷത വേണ്ട, ജനാധിപത്യ മര്യാദ വേണ്ട, പാർലമെന്ററി സിസ്റ്റം വേണ്ട, ഭരണഘടന വേണ്ട. ആ ഭരണഘടന പരം പുതിയ ഒരു ഭരണഘടന, അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയ ഭരണഘടന. മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പോകേണ്ടത്. ചാതുർവർണ്ണയമാണ്, ചാതുർവർണ്ണ വ്യവസ്ഥ. അതാ മനുസ്മൃതി. 1000 ആണ്ടുകൾക്ക് പിന്നിലേക്ക് ഈ സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകാൻ 4 വർണ്ണമുള്ളത് അത് മാത്രമേ ഉള്ളൂ. ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്. അതിന്റെ താഴത്തുള്ള ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യന് വർണ്ണമില്ല. അവരാണ് അവർണർ, ചണ്ടാളർ, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, പട്ടികജാതിക്കാരൻ, പട്ടികവർഗക്കാരൻ, പിന്നോക്ക സമുദായക്കാരൻ, OEC-കാരൻ, OBC-കാരൻ. ഇങ്ങനെ ഈ വിഭാഗം. ഇതാണ് 85% ജനസംഖ്യയിൽ. ഹിന്ദു ജനസംഖ്യയിൽ 85% ഇതാണ്. ആ 85% ഈ പറയുന്ന നിന്റെ ഹിന്ദു രാഷ്ട്രത്തിലില്ല. നീ പറയുന്നത് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും. നമ്മുടെ കേരളത്തിലാണെങ്കിൽ വൈശ്യരും അതുപോലെ തന്നെ ക്ഷത്രിയരൊന്നുമില്ല. ഇവിടെയുള്ളത് ബ്രാഹ്മണരാണ് അത്യപൂർവം. അതിന് ശേഷമുള്ളത് ശൂദ്രരാണ്. ശൂദ്രരെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നായരും നമ്പ്യാരൊക്കെ വരിക. അപ്പൊ നമ്മുടെ നാട്ടിൽ നായരും നമ്പ്യാരും വിചാരിക്കും ഒന്ന് നമുക്കൊരു രാജ്യം വരുമല്ലോ, നിങ്ങൾക്കൊരു രാജ്യവും വരില്ല. വരാൻ പോകുന്നത് അദാനിക്കാണ്, വരാൻ പോകുന്നത് അംബാനിക്കാണ്. അദാനിയുടെ ഒരു ദിവസത്തെ എല്ലാം കഴിച്ച് ആസ്തിയിലേക്ക് കുന്നുകൂട്ടുന്നതിന് വേണ്ടി ഒരു ദിവസം കിട്ടുന്ന പണം എത്ര അറിയോ? ശരിക്കും മനസ്സിൽ തറക്കണം. 1600 കോടി ഉറുപ്പികയാണ് അദാനിക്ക്. ഒരു ദിവസം 1600 കോടി ഉറുപ്പിക. വരവല്ല, എല്ലാം കഴിച്ച് ബാക്കി ആസ്തിയിലേക്ക് കൂട്ടുകൂടാനുള്ള ഒരു ദിവസത്തെ പണം, സമ്പത്ത് 1600 കോടി. പിന്നെ ആർക്ക് വേണ്ടിയാ ഈ ഭരണം? ഈ ഭരണം നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ ഈ കോർപ്പറേറ്റുകൾക്ക് കൊടുത്തു. ദേശാൽകൃത ബാങ്കിലുള്ള മുഴുവൻ പണവും ഇവർക്ക് തന്നെ ആദ്യം കടമായി കൊടുത്തു. പിന്നെ എഴുതി തള്ളി. ഒരു നയാ പൈസ തിരിച്ചടച്ചിട്ടില്ല. ആ പണം മുഴുവൻ ഇവരുടെ 20 ലക്ഷം കോടി ഉറുപ്പിക ഇവരുടെ ഭാഗമെത്തി. അപ്പോൾ സാമ്പത്തിക മേഖലയിൽ ഇവർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ സവർണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും ഇല്ല. സവർണരിൽ തന്നെ പിന്നോക്കം നിൽക്കുന്ന മനുഷ്യരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയ വിഭാഗത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ 1% കയ്യിലാണ് ഈ രാജ്യത്തിന്റെ സമ്പത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്തുകൾ എന്ന് കണക്ക് വന്നു. 39.5% സമ്പത്ത് 1% കയ്യിലാണ് ഇന്ത്യയിൽ. അതിലേക്ക് എത്തിക്കാനാണ് ഇവന്റെ പണി. ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിയായിട്ട് അംബാനിയെയും അതുപോലെ തന്നെ അദാനിയെയും മാറ്റാനാണ് ഇവന്റെ പണി. അതിന് ഹിന്ദുവിന്റെ പേരുപയോഗിക്കുകയാണ്. ഹിന്ദു വർഗീയവാദം കൈകാര്യം ചെയ്യാണ്. പാവപ്പെട്ട മനുഷ്യരെ പറ്റിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ വർഗീയമായി ധ്രുവീകരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വഴി വളരെ അപകടകരമാണ്. അപ്പോൾ പാർലമെന്ററി ജനാധിപത്യം, അതിനടിസ്ഥാനമായ ഭരണഘടന, അതിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെഡറൽ സംവിധാനം,
അതിൻ്റെ സമത്വം എന്നുള്ള പഴയ കാഴ്ചപ്പാട് ഇതെല്ലാം പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ച് മതനിരപേക്ഷതയെ പൂർണ്ണമായിട്ട് പണ്ട് തന്നെ അവർ എതിർത്തതാണ്. അതിൻ്റെ എല്ലാ ഭാഗമായി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഹിന്ദുത്വ രാജ്യം. ഹിന്ദു രാജ്യം എന്ന് തെറ്റിദ്ധരിക്കേണ്ട, ഹിന്ദു രാജ്യമല്ല, ഹിന്ദുത്വ രാജ്യം. ഹിന്ദുത്വ എന്ന് പറയുന്നത് മതമല്ല, ഹിന്ദു മതമല്ല. മതത്തിലെ ഒരു വിഭാഗം സംഘടിതരാവുകയും രാഷ്ട്രീയ പ്രക്രിയയിലൂടെ അവർ ഭരണാധികാരത്തിലേക്ക്, ഭരണകൂട സംവിധാനത്തിലേക്ക് കയറി ചെല്ലുകയും ചെയ്യുന്ന പ്രക്രിയയാണ് വർഗീയത എന്ന് പറയാം. അതിൻ്റെ പേരാണ്, അതിൻ്റെ മറുപേരാണ് ഹിന്ദുത്വ. ഈ ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാൻ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പരിപൂർണമായ പിന്തുണ നൽകുന്ന മൃദു ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത്. പൗരത്വ ഭേദഗതി നിയമം ഒരു കൈവഴിയാണ്, ഏക സിവിൽ കോഡ് മറ്റൊരു കൈവഴിയാണ് ഈ ഹിന്ദുത്വ അജണ്ടയിലേക്ക്. ഇന്ത്യയുടെ പേര് മാറ്റി ഭാരതം എന്നാക്കുന്നത് അതിൻ്റെ തന്നെ ഭാഗമാണ്. നേരെ പറഞ്ഞ സുപ്രീം കോടതിക്കെതിരായി, അതുപോലെ ഇലക്ഷൻ കമ്മീഷനെതിരായി CBI ഉൾപ്പെടെയുള്ള ED ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനത്തെയും ഇവന്റെ ചൊൽപ്പടിക്ക് നിർത്തുന്നത് ഈ ദിശയിലേക്ക് പോകാനാണ്. എല്ലാ വഴികളും അതിലേക്കാണ്, എല്ലാ നദികളും അറബിക്കടലിലേക്ക് എന്ന് പറയുന്നത് പോലെ എല്ലാ കൈവഴികളും എത്തിച്ചേരുന്നത് ഹിന്ദുത്വ വർഗീയ രാഷ്ട്രത്തിന്റെ, അദാനിയുടെ അംബാനിയുടെ താല്പര്യം സംരക്ഷിക്കുന്ന, ഫാസിസത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്ന, അടിമുടി ആയുധവൽക്കരിക്കപ്പെട്ട ഒരു ഇന്ത്യൻ സമൂഹത്തെ നയിക്കാനാണ്, ഫാസിസ്റ്റ് രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് RSSും BJPയും ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ അപകടമാണ്. ഇതിനെ പ്രതിരോധിക്കാൻ എന്താ വഴി? ഇതിനെ പ്രതിരോധിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഞാൻ ഇടതുപക്ഷം പറഞ്ഞു, ആ വഴി ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി എടുക്കണം. അവിടെ BJP വിരുദ്ധ വോട്ട് ഒന്നുപോലും ചോർന്നു പോവാതെ എല്ലാവരെയും യോജിപ്പിച്ച് അവിടെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തണം. ഏത് പാർട്ടിയാണോ ആ പാർട്ടി, ഇന്ന പാർട്ടി ഒന്നും ഞാൻ പറയുന്നില്ല. 37% വോട്ടാണ് BJPക്കുള്ളത്, 63% വോട്ടാണ് BJP വിരുദ്ധം. ഈ 37നെ പരാജയപ്പെടുത്താൻ 63% യോജിപ്പിക്കാനായാൽ ഇന്ത്യയിൽ BJPയെ തറപറ്റിക്കാനാവും. പക്ഷേ കോൺഗ്രസിന്റെ നിലപാട് പലപ്പോഴും ഈ നിലപാടിലേക്കല്ല. ഇവിടെ ഇപ്പോൾ മത്സരിക്കാൻ വരികയാണ്. ഇടതുപക്ഷത്തിന്റെ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കണ്ണൂരായാലും വടകരയായാലും അതുപോലെ തന്നെ കാസർഗോഡായാലും ഏത് മണ്ഡലമെടുത്ത് പരിശോധിച്ച് ഇടതുപക്ഷത്തിന്റെ മുൻകൈയാണ്. ഇവിടെ വയനാട് മത്സരിക്കാൻ വരുന്നത് രാഹുൽ ഗാന്ധിയാണ്. ആലപ്പുഴയിൽ മത്സരിക്കാൻ വരുന്നത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംഘടനാ നേതാവായിട്ടുള്ള വേണുഗോപാലിനാണ്. ഹിന്ദി മേഖലയിൽ എന്താ സ്ഥിതി? UPയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മത്സരിക്കാൻ ആളുണ്ടോ? കോൺഗ്രസിന്റെ സീറ്റാണെന്ന് പറയുന്ന റായ്ബറേലിയിൽ ഉൾപ്പെടെ മത്സരിക്കാൻ ആളില്ലല്ലോ, പേര് പറയാൻ കഴിയുന്നില്ലല്ലോ. ഇനി പറയുകയായിരിക്കും, ആരെങ്കിലും പേര് പറയുകയായിരിക്കും. അവിടെ ഇവരാരും മത്സരിക്കുന്നില്ലല്ലോ. ഹിന്ദി ബെൽറ്റിൽ ഇവർക്ക് ആകെയുള്ള ഒരേ ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ, അത് ഹിമാചൽ പ്രദേശാണ്. അവിടെ 4 സീറ്റേ ഉള്ളൂ പാർലമെന്റിൽ. അവിടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഏറ്റവും പ്രമുഖരായ കോൺഗ്രസ് നേതാവിനെ മത്സരിക്കാൻ തീരുമാനിച്ചിട്ട് ജയിച്ചത് BJP ആണ്. 6 പേര് അപ്പം തന്നെ കൂറുമാറി, BJP ചേർന്നു. 3 സ്വതന്ത്രന്മാരും മാറി. ഇനി ഒരു കോൺഗ്രസ് നേതാവ് വിമതനായി നിന്ന് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി ആ ഗവൺമെന്റിനെയും കൂടി അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവിടെ KC വേണുഗോപാലിനില്ല, അവിടെ രാഹുൽ ഗാന്ധി ഇല്ല പോവാൻ, സംഘടന കൈകാര്യം ചെയ്യാൻ. അതോടുകൂടി ഹിന്ദി ബെൽറ്റിൽ കോൺഗ്രസിന് ഒരു ഗവൺമെന്റും ഇല്ലാതാവും. അതാ കോൺഗ്രസിന്റെ അവസ്ഥ. പിന്നെ അവർക്കുള്ളത് എവിടെയാ? കർണാടകം. പിന്നെ ഒരു സംസ്ഥാനം കൂടിയുണ്ട്, തെലുങ്കാന. ഈ 2 സംസ്ഥാനത്തിലും ഭൂരിപക്ഷം സീറ്റ് ഇപ്പോഴും BJPയുടെ കയ്യിലാണ്. അവിടെ പോലും ഒരു ഐക്യം ഉണ്ടാക്കാൻ ശ്രമിച്ചോ? ഇല്ല. ഹിന്ദി മേഖലയിൽ എവിടെയെങ്കിലും ഫലപ്രദമായ ഒരു ഇടപെടൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് വന്നോ? ഇല്ല. കോൺഗ്രസ് മുൻകൈ എടുക്കേണ്ടുന്ന ഏതെങ്കിലും സംസ്ഥാനത്തിൽ അത്തരത്തിൽ ഒരു ഇന്ത്യ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള നിലപാട് വന്നോ? ഇല്ല. ഇവിടെ മത്സരിക്കാൻ വേണ്ടി വന്ന കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് ഇത്രയും ദിവസം നടന്നു വരികയായിരുന്നു. പ്രകടിക്കുകയോ നടന്ന് ഇന്ന് എത്തിയിട്ടേ ഉള്ളൂ, 17. എന്താ ഇവിടെ നടന്നതെന്നൊന്നും അദ്ദേഹത്തിന് യാതൊരു ധാരണയുമില്ല.
ഒരു കോൺഗ്രസ് നേതൃത്വത്തിനും അറിയില്ല എന്താ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇനി 3-ാം തീയതിയോ 4-ാം തീയതിയോ മറ്റോ ഇവിടെ നോമിനേഷൻ കൊടുക്കാൻ വരുമ്പോഴാണ് വരിക. വിരുന്നുകാരനെ പോലെ ഇവിടുത്തെ MP ആണ്. അവിടെയാണ് ഇടക്കിടക്ക് വന്യമൃഗങ്ങളെ ഓരോരുത്തരെയും കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി എവിടെയില്ല. അവിടെ കോൺഗ്രസ്സുകാരെല്ലാം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെന്നുള്ളത് വേറെ കാര്യം. ഞാനതിലേക്കൊന്നുമല്ല കിടക്കുന്നത്. എന്നിട്ട് ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഇന്നലെ ഞാൻ അവിടെയായിരുന്നു. ആ നിയോജക മണ്ഡലത്തിലെ സംഘടനാ പ്രവർത്തനം സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. അവിടെ മത്സരിക്കുന്ന ആനി രാജയെ തന്നെ ഞാൻ കണ്ടു. ഞങ്ങളെല്ലാം കൂടി സംസാരിച്ച് തിരിഞ്ഞ് ഞാൻ കാറിലിങ്ങോട്ട് വരുമ്പോഴാണ് ഒരു വാർത്ത, ഒരു വിവരം, അവർക്ക് വിവരം കിട്ടിയിരിക്കുകയാണ്. എന്താ, ഇന്ത്യ മുന്നണിയുടെ പിന്തുണയോടെ വയനാട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി. എന്നാൽ എന്തേ മറ്റാരെ പറ്റി അങ്ങനെ പറയാതിരുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ധാരണ വേണ്ടേ? ഇന്ത്യ മുന്നണിയുടെ എക്സിക്യൂട്ടീവ് തന്നെ ഉള്ളവരാണ് CPI. ഞങ്ങൾ എക്സിക്യൂട്ടീവ് പോകുന്നില്ല തീരുമാനിച്ചു. ഞങ്ങൾ പോയിട്ടില്ല. അന്നേ തീരുമാനിച്ചു ഞങ്ങൾ വരുന്നില്ല. കാരണം നിങ്ങൾ ഇമാതിരിയുടെ നിലപാടാണ് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നന്നായിട്ട് മുമ്പേ അറിയാം. അവിടെ ഞങ്ങൾ വരുന്നില്ല. അവർ അതിന്റെ എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ട് CPI ഉണ്ട്. അപ്പൊ ഇന്ത്യ മുന്നണിയുടെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള CPIയുടെ പ്രമുഖ നേതാവ് മത്സരിക്കുന്ന ആനി രാജ മത്സരിക്കുന്ന വയനാട്, എന്താ പേര്? നിങ്ങൾ സാധാരണ UDFന്റെ എന്ന് പറഞ്ഞ് മത്സരിച്ചാൽ കുഴപ്പമില്ല. അതിന് പകരം പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ പിന്തുണയുള്ള രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നാണ്. ഉളുപ്പില്ലായ്മ എന്ന് പറയാനാണ് വേറെ എന്ത് പറയാനാ? അതിനൊക്കെ വേറെ എന്താ വിശേഷിപ്പിക്കുക? വേണുഗോപാലാണ് പറഞ്ഞിട്ടില്ല. വേണുഗോപാലൻ മത്സരിക്കുന്നത് ആരിഫിനെതിരായിട്ടാണ് ആലപ്പുഴ. അവിടെ വേണുഗോപാലൻ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് പറഞ്ഞാ വന്നത്. ഇവിടെ രാജ്യവ്യാപകമായിട്ട് പറയാൻ വേണ്ടി ഇന്ത്യ മുന്നണിയുടെ പിന്തുണയുള്ള രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന് വയനാടിൽ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. അത് ഇന്നലെ തന്നെ ശക്തിയായ രീതിയിൽ എതിർപ്പോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്ഥാനാർത്ഥിയും എല്ലാം പറയുകയുണ്ടായി. ബിനോയ് വിശ്വനും ഇന്നലെ തന്നെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയുണ്ടായി. ഞങ്ങൾ ഒരു സംശയവും വേണ്ട, ഇവിടെ BJPക്കെതിരായ പോരാട്ടമാണ്. ഇവിടെ പ്രധാനമായിട്ടുള്ള BJP വിരുദ്ധ വോട്ടുകളെല്ലാം സ്വരൂപിക്കുന്നതിന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് തന്നെ സാധിക്കും. ഇവിടെ ഒരു സീറ്റിലും BJP ജയിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ഒരു സീറ്റിലും BJP ജയിക്കാൻ പോകുന്നില്ല. അപ്പൊ UDFുമായിട്ടാണ് പ്രധാനപ്പെട്ട മത്സരം. ആ UDFുമായിട്ട് മത്സരിക്കുന്ന സന്ദർഭത്തിൽ UDFന്റെ പ്രതീക്ഷ എന്ന രീതിയിൽ ഈ രാഹുൽ ഗാന്ധിയുണ്ട്, വേണുഗോപാലുണ്ട്. ഞങ്ങളിതിന് ശക്തിയായിട്ട് എതിർത്ത് മത്സരിക്കുകയും ചെയ്യും. പിന്നെ ഇന്ത്യ എന്ന പേര് ഉപയോഗിച്ച് ഇങ്ങോട്ട് കടന്നു വരേണ്ടതില്ല എന്ന കാര്യവും ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ പറയാം. പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ അതിനെതിരായിട്ട് കേരളത്തിലുടനീളം അതിശക്തിയായ പോരാട്ടം ജനങ്ങൾ നടത്തി. ഗവൺമെന്റ് തന്നെ നടത്തി. മനുഷ്യ ചങ്ങല തീർത്തു, അസംബ്ലി ചേർന്നു, പ്രത്യേക സ്പെഷ്യൽ പ്രമേയം പാസാക്കി. മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞു ഞങ്ങൾ നടപ്പിലാക്കില്ല. എന്നാൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രിമാരുണ്ടല്ലോ, 3 ആൾ ഇപ്പോഴുണ്ടല്ലോ. കോൺഗ്രസ്സുകാർ ആരെങ്കിലും പറഞ്ഞോ ഞങ്ങൾ നടപ്പിലാക്കില്ല എന്നും? പറയാനുള്ള ധൈര്യമുണ്ടോ കോൺഗ്രസിന്? ധൈര്യമില്ല. കാരണം കേരളം വിട്ടാൽ മതനിരപേക്ഷത എന്നുള്ളത് അവിടെ മുദ്രാവാക്യമല്ല. അവിടെയെല്ലാം തീവ്രമായ അർത്ഥത്തിൽ അവർ മൃദു ഹിന്ദുത്വ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമാണ് അവർ ചിലപ്പോഴൊക്കെ മതനിരപേക്ഷത പറയുക. എന്നാലും അത് ഉറപ്പിച്ച് പറയാൻ അവർക്ക് ധൈര്യമില്ല. എന്നിട്ട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? എപ്പോഴും പൗരത്വ ഭേദഗതിയെ പറ്റിയാണ്. ഞങ്ങൾ പൗരത്വ ഭേദഗതിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ ചങ്കിലാണത് കൊള്ളുന്നത് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ നിലപാടെന്താണെന്ന് നിന്നെ വരെ വ്യക്തമാക്കിയിട്ടില്ല. രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വരുമ്പോഴും പറഞ്ഞിട്ടില്ല. പ്രചരണ ജാതിയുടെ ഭാഗമായിട്ട് പോയപ്പോഴും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അതിനോട് ശരിയായ രീതിയിൽ പ്രതികരിക്കാൻ നിങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് നാളെ പറയാമെന്നാണ്. ഇന്നേ വരെ നാളെയായിട്ടില്ല. നിങ്ങൾക്ക് പറയാനാവില്ല. അതാ കോൺഗ്രസിന്റെ നിലപാട്. നയമില്ല. ഈ നയമില്ലായ്മയുടെ ഭാഗമായി ഇന്ന് കോൺഗ്രസ് ആയിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ BJPയിലേക്ക് ചേക്കേറി കഴിഞ്ഞു. ഇനിയും ചേക്കേറാൻ പോവാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ എപ്പോഴാണ് BJP ആകുക എന്ന് മാത്രമേ നോക്കേണ്ടിയുള്ളൂ. സുധാകരൻ എപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മുമ്പേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നുമ്പോൾ ഞാൻ RSS ആവുന്നു. അപ്പൊ പിന്നെ അതിനെപ്പറ്റി കുറെ വിവരാതിപ്പെടേണ്ട കാര്യമില്ല. കരുണാകരന്റെ മകൾക്ക് BJPയിലേക്ക് പോകാമെങ്കിൽ, ആന്റണിയുടെ മകന് BJP ആയിട്ട് പോയി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാമെങ്കിൽ
ആർക്കാണ് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോകാനാവാത്തത്? ഇതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. അപ്പോൾ ഈ കേരളത്തിലെ കോൺഗ്രസിന് M. മുകുന്ദൻ പറഞ്ഞതുപോലെ വിശ്വസിച്ച് വോട്ട് ചെയ്താൽ ഇവരവിടെ നിൽക്കും എന്നുള്ളതിന് ഉറപ്പില്ല. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ ഇടതുപക്ഷം നിൽക്കുന്ന നിലയിൽ തന്നെ നിൽക്കുമെന്ന് നമുക്ക് അഭിമാനമുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തിനാണ് വോട്ട് നൽകേണ്ടത് എന്ന് പ്രമുഖ സാഹിത്യകാരനായ M. മുകുന്ദൻ പറഞ്ഞത് കോൺഗ്രസിനെ ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് തന്നെയാണ് ഇവരിവിടെ നിൽക്കില്ല, ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ തീർത്തും മൃദുഹിന്ദുത്വ നിലപാട്, ഒരു നേർ വര പോലും ഇവർ തമ്മിൽ ഇല്ല. അപ്പുറവും ഇപ്പുറവും കടക്കാൻ ഒരു വരമ്പില്ല, ഒരു വരയില്ല, ഒന്നും തന്നെയില്ല. ഇവർക്ക് ഇന്നത്തെ BJP-ക്ക് നാളെ കോൺഗ്രസ് ആവാം, ഇന്നത്തെ കോൺഗ്രസിന് നാളെ BJP ആവാം. അവിടെ ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. ആ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ഫലപ്രദമായിട്ട് പാർലമെന്റിൽ എത്തിക്കുക, അതിന് സാധിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ ഇപ്രാവശ്യം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നിർത്തിയിട്ടുള്ളത്. ബാലകൃഷ്ണ മാഷ് അങ്ങനെയാണ്, MP ജയരാജൻ അങ്ങനെയാണ്, ശൈലജ ടീച്ചർ അങ്ങനെയാണ്, ആനി രാജ അങ്ങനെയാണ്. ഓരോ സ്ഥാനാർത്ഥി, ഞാൻ ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞപ്പോൾ ഒരൊറ്റ ആൾക്കും ആ സ്ഥാനാർത്ഥികളെ പറ്റി ഒരു അക്ഷരം പറയാൻ പറ്റിയിട്ടില്ല. അവരിപ്പോൾ നല്ലതുപോലെ ഒരു മാസത്തിലധികമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ തന്നെയാണ്. ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, ജനങ്ങളുമായി സംവേദിക്കുന്നു, എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് പങ്കുവെച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിധി നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഇടതുപക്ഷത്തിനാണ് വിശ്വാസ്യതയുള്ളത്. ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടു, രാമക്ഷേത്ര ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് സഖാവ് സീതാറാം യെച്ചൂരിയെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ സഖാവ് സീതാറാം യെച്ചൂരിയാണ് ആദ്യം പറഞ്ഞത്, നിങ്ങളുടെ ഈ അജണ്ട, ഈ രാമക്ഷേത്ര ഉദ്ഘാടനം വരാൻ പോകുന്ന 2014 തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വർഗീയ അജണ്ടയാണ്. ആ വർഗീയ അജണ്ടയാക്കുന്നതിന് വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമത്തിന്റെ ഒപ്പം ഞങ്ങളില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വിശ്വാസികൾക്ക് അനുകൂലമാണ്. ഏത് വിശ്വാസിയായാലും, ഹിന്ദു ആയാലും, മുസൽമാനായാലും, ക്രിസ്ത്യാനി ആയാലും, പാഴ്സി ആയാലും, ഇനി ഒരു വിശ്വാസം ഇല്ലാത്തവനായാലും അവിടെ എല്ലാം താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി തന്നെയാണ്. അമ്പലത്തിൽ പോകുന്നവർക്ക് അമ്പലത്തിൽ പോകാൻ, പള്ളിയിൽ പോകുന്നവർക്ക് പള്ളിയിൽ പോകാൻ, ചർച്ചിൽ പോകുന്നവർക്ക് ചർച്ചിൽ പോകാൻ, ഇനി എവിടെയും പോകാതിരിക്കുന്നവർക്ക് എവിടെയും പോകാതിരിക്കാനുള്ള ജനാധിപത്യ അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ മുമ്പിൽ ഇടതുപക്ഷ പ്രസ്ഥാനം അതിന്റെ ചെമ്പതാകയുമായി മുമ്പിൽ തന്നെ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയം ഉണ്ടാവേണ്ടതില്ല. ഇതാണ് പാർട്ടി നിലപാട്. പക്ഷെ ഈ രാമക്ഷേത്രം പൂർത്തിയാവാത്ത രാമക്ഷേത്രം 2025 ഡിസംബറിൽ മാത്രമേ 1ാം നില പൂർത്തിയാവൂ. പിന്നെ 2ാം നിലയുണ്ട്, 3ാം നിലയുണ്ട്. അത് പിന്നെ പൂർത്തിയാവട്ടെ. 1ാം നിലയെങ്കിലും പൂർത്തിയാവണ്ടേ? ആ പൂർത്തിയാകുന്നതിന് വേണ്ടിയുള്ള സാവകാശമെടുക്കാതെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നിങ്ങളിപ്പോൾ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുകയാണ്. ശങ്കരാചാര്യർ പറഞ്ഞു ഇത് ശരിയല്ല. ഞങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. ശങ്കരാചാര്യന്മാർ പറഞ്ഞു 4 ആളും ഇത് ശരിയല്ല, ഇങ്ങനെയല്ല ഉദ്ഘാടനം ചെയ്യേണ്ടത്, ഇതല്ല ചടങ്ങ്. അവിടെ പ്രസിഡന്റിനെ കയറ്റിയില്ല, വൈസ് പ്രസിഡന്റിനെ കയറ്റിയില്ല. ഒരാൾ ഒന്നാം റാങ്ക് പ്രസിഡന്റാണ്, 2ാമതാണ് പ്രോട്ടോകോൾ അനുസരിച്ച് 2ാമതാണ് വൈസ് പ്രസിഡന്റ്, 3ാമതാണ് പ്രധാനമന്ത്രി. അവർ 2ആളും വന്നാൽ 1ാം സ്ഥാനക്കാരി പ്രധാനമന്ത്രിയല്ല പ്രസിഡന്റാവും. അതുകൊണ്ട് പ്രസിഡന്റിനെ ക്ഷണിച്ചതേയില്ല. അത് തന്നെയാണ് നേരത്തെ പാർലമെന്റ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ചെയ്തത്, ക്ഷണിച്ചതേയില്ല. രാമക്ഷേത്ര ഉദ്ഘാടനത്തിനും ക്ഷണിച്ചതേയില്ല. എന്നിട്ട് സന്ദേശം, എന്നിട്ട് മുഴുവൻ പൂജാരിയായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത് തെറ്റായിരുന്നു എന്ന് ശങ്കരാചാര്യന്മാർ, വിശ്വാസികൾ തന്നെ. ഇങ്ങനെ ഓരോരോ കാര്യം ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തിനെതിരായി ഭരണഘടനാ വിരുദ്ധമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഹിന്ദുത്വ അജണ്ടയിലേക്കാണ്, വർഗീയതയിലേക്കാണ്. അത് തിരിച്ചറിഞ്ഞ് ഇന്ത്യയിലാകെ ഫലപ്രദമായി BJP-ക്കെതിരായി നിലപാട് സ്വീകരിക്കാനാവാത്ത മൃദു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസ് എടുക്കുന്നത്. ആ കോൺഗ്രസ് എടുക്കുന്ന നിലപാടിന്റെ ഭാഗമായിട്ട് ഈ BJP-യെ പരാജയപ്പെടുത്താനാവാത്ത സാഹചര്യമാണ് പല മേഖലയിലും വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ BJP-യെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കും, ഇനിയും സാധിക്കും. അത് 37% മാത്രം വോട്ടുള്ള BJP-ക്ക് നേരെ
67% വോട്ടുള്ള 63% വോട്ടുള്ള ഈ BJP വിരുദ്ധരെ യോജിപ്പിച്ചാൽ നമുക്ക് ആ കടമ നിർവഹിക്കാനാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയോടുകൂടി കയ്യൂർ രക്തസാക്ഷികളുടെ 81ാം വാർഷിക ദിനം, രക്തസാക്ഷി ദിനം ഇന്ന് നമ്മളിവിടെ സമുചിതമായി ആചരിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് വരാൻ പോകുന്ന രാഷ്ട്രീയ യുദ്ധത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സഖാവ് ബാലകൃഷ്ണ മാഷക്ക് അരിവാൾ സൂചിക നക്ഷത്ര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് മാത്രമല്ല, നിങ്ങളെല്ലാവരും പ്രവർത്തകരായി നാട്ടിലെ ഓരോരുത്തരെയും കണ്ട് അവിടെ എല്ലാം വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ എല്ലാ തരത്തിലുള്ള കള്ളപ്രചാരവേദിയെയും എല്ലാ മാധ്യമ വിചാരണയെയും എല്ലാ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടിയുടെ ആവനാഴിയിലുള്ള മുഴുവൻ അസ്ത്രവും പ്രയോഗിക്കാനുള്ള ശ്രമത്തെയും ഒപ്പം തന്നെ കോടാനുകോടി ഉറുപ്പിക ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ചെലവഴിക്കാൻ കണ്ടെത്തിയിട്ടുള്ള BJPയുടെയും കോൺഗ്രസിന്റെയും അവരിപ്പോ ഞങ്ങൾക്ക് വണ്ടിക്ക് പോകാൻ പൈസ ഇല്ലാതെ വെറുതെ അളവ് പറയുകയാണ്. ആയിരക്കണക്കിന് ഏതാണ്ട് 2000 കോടി ഉറുപ്പിക കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയ പണലടിയാ പോയെ ഇപ്പൊ കണ്ടുകെട്ടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത ഇന്ന് വരുന്നുണ്ട്. ആരെയും വിടാൻ പോകുന്നു. ഞങ്ങൾക്കെതിരായിട്ടാണ് നിങ്ങളുടെ എല്ലാ കാര്യവും. ഇപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്കെതിരായിട്ട് മാത്രമല്ല എല്ലാ പ്രതിപക്ഷത്തിനെതിരായിട്ട് കടന്നാക്രമം വരുന്നുണ്ട്. ആ കടന്നാക്രമങ്ങളെല്ലാം പ്രതിരോധിക്കാനുള്ള മുൻപന്തിയിൽ നിൽക്കുന്ന ഇടതുപക്ഷ ശക്തികളെ വിജയിപ്പിക്കണം. അതിന് കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടുകൂടി ഈ കയ്യൂർ ദിനത്തിന്റെ, കയ്യൂർ രക്തസാക്ഷികളുടെ സ്മരണകൾ രമ്പുന്ന ഈ സന്ദർഭത്തിൽ അതിന്റെ ആവേശത്തോടുകൂടി പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമുക്ക് സഖാവ് ബാലകൃഷ്ണ മാഷെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കാനാവണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമ്മേളനം